ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഏതെല്ലാം കൃഷികളാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് നമ്മുടെ ചീര കേട്ടോ. ചീര പലതരത്തിലുള്ള ചീരകളുണ്ട്. പാലക്ക്, ചുമന്ന ചീര, പച്ച ചീര, അതുപോലെ സുന്ദരി ചീര, പാൽ ചീര, അങ്ങനെ പലതരം ചീരകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തക്കാളി, വെണ്ട, വഴുതന, അതുപോലെ തന്നെ പയറ്, പാവൽ, വെള്ളിരി, പടവലം എന്നീ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. കാരണം ഇപ്പോൾ ഒരു വേനൽമഴയൊക്കെ കിട്ടി നമ്മുടെ കൃഷികളൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിൻ്റെ ഒപ്പം കൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാണ്യവിളകളായ ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഇവയെല്ലാം നമുക്ക് നട്ടുകൊടുത്ത് ഇപ്പം കൃഷി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നമ്മൾ കുറച്ച് നേരത്തെ നട്ട പച്ചക്കറികളാണിത്. ഇതിൻ്റെയൊക്കെ വിളവ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ഈ കോളിഫ്ലവർ ഒക്കെ ആണെങ്കിൽ ഇത് നമ്മൾ തൈകൾ ഫാമിൽ നിന്ന് മേടിച്ച് നട്ടിട്ട് നമ്മൾ ഗ്രോ ബാഗിലായിരുന്നു നട്ടത്. അതുപോലെ തന്നെ സുക്കിനിയുടെ ഒരു സുക്കിനി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കഴിക്കുമ്പോഴത്തേനും അത് ഈച്ച വന്ന് കൊത്തിയിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് കായ്കൾ കിട്ടിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഗ്രോ ബാഗിൽ ഇതേപോലൊക്കെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ട് നന്നായിട്ട് ഉണ്ടായിരുന്നു. ബീട്രൂട്ടിൻ്റെ കിഴങ്ങ് നമുക്ക് അധികം കിട്ടിയില്ലെങ്കിൽ പോലും തോരൻ വെക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടും നട്ടു. ഒപ്പം നമ്മൾ ചീനിയാണെങ്കിൽ ഇപ്പോൾ പാകി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈ ഒരു ബാസ്ക്കറ്റ്, അതായത് ചെടിച്ചട്ടിയും അതിൻ്റെ ഒപ്പം കിട്ടുന്ന വിത്തും ഒപ്പം തൈകളാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ നമുക്ക് ഇവർ പോട്ടി മിക്സായിട്ട് തരുന്ന ഒരു ഇതും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാകിയിട്ട് നല്ല രീതിയിൽ നമുക്ക് കായ്പിടുത്തം ഉണ്ടായി. പച്ചമുളകൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് നേരത്തെ നമ്മൾ പാകിയ പച്ചമുളക് കൃഷിയാണ്. ഇപ്പം ഏത് കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് നമുക്ക് പച്ചമുളക്. കൃഷിയായിട്ടല്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു ചോട് പച്ചമുളകിൻ്റെ തൈയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിന് കുരുടിപ്പൊന്നും വരാതെ നല്ല രീതിയിൽ എങ്ങനെയാണ് പച്ചമുളക് നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം നമ്മൾ ബാക്കി കൃഷികളായിട്ടുള്ള ഇഞ്ചി, അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ, ചേന, ചേമ്പ് തുടങ്ങിയ എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഏപ്രിൽ മാസത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് കായ്ഫലം തരികയും നല്ല രീതിയിൽ നമുക്ക്, അതായത് വെയിലാണെങ്കിലും അത്യാവശ്യം മഴ കിട്ടുന്നതുകൊണ്ട് നല്ലൊരു മണ്ണിന് തണുപ്പുള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ എല്ലാ നാണ്യവിളകളും നമുക്ക് നട്ടുകൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണിത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ വളരെ എളുപ്പത്തിൽ, കാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചാക്കിലൊക്കെ വളരെ എളുപ്പത്തിൽ സ്ഥലം പറമ്പിലൊക്കെ ഇല്ലാത്തവർക്ക് കാച്ചിൽ നമ്മൾ ചാക്കിലൊക്കെ നടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. ഞാൻ നമ്മുടെ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടതായിരുന്നു. ഇത് നല്ല വിളവ് എനിക്ക് തന്നെ കിട്ടി. വളരെ എളുപ്പത്തിൽ, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.